ഹലോ ഡിയേഴ്സ്, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 10ാമത്തെ യൂണിറ്റ് അളന്നും തൂക്കിയും ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. മിലൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, ഒരുക്കങ്ങൾ തുടങ്ങി. ചിത്രം നോക്കൂ. അപ്പോൾ മിലൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയാണ് മിലനും അച്ഛനും. എന്തൊക്കെ സാധനങ്ങൾ? വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി മിലനും അച്ഛനും കടയിലെത്തി. അപ്പോൾ അവർക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വാങ്ങേണ്ടത്? ഉപ്പ് 5 കിലോഗ്രാം, അരി 150 കിലോ, എണ്ണ 50 ലിറ്റർ, പഞ്ചസാര 150 കിലോഗ്രാം, പായസപ്പരിപ്പ് 75 കിലോഗ്രാം, പാൽ 125 ലിറ്റർ, തൈര് 50 ലിറ്റർ, ശർക്കര 60 കിലോഗ്രാം, മുളക് 10 കിലോഗ്രാം, മല്ലി 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, വിനാഗിരി 3 ലിറ്റർ. ലിസ്റ്റ് കണ്ടല്ലോ. ഇവയിൽ ഏതെല്ലാമാണ് തൂക്കി വാങ്ങുന്നവ? അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് നോക്കുക. ഇതിൽ തൂക്കി വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? അതായത് കിലോഗ്രാമിൽ എഴുതിയിരിക്കുന്നത് ഒക്കെ തൂക്കി വാങ്ങുന്നവയാണ് അല്ലേ. അതായത് ഭാരം അളക്കാനുള്ള യൂണിറ്റാണ്, അളവാണ് കിലോഗ്രാം. അപ്പോൾ കിലോഗ്രാം ആകുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അത് തൂക്കിയിട്ടാണ് വാങ്ങുന്നത് അല്ലേ. ഉപ്പ് തൂക്കി വാങ്ങുന്നവയാണ്. അരി പിന്നെ എണ്ണ തൂക്കി വാങ്ങുന്നവയല്ല, അല്ലാത്തവയാണ്. അതായത് ലിറ്ററിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾക്ക് തൂക്കിയിട്ട് വാങ്ങാൻ പറ്റില്ല, അളന്നിട്ടാണ് വാങ്ങുന്നത്. ഇനി പഞ്ചസാര തൂക്കി വാങ്ങുന്നവയാണ്. പായസപ്പരിപ്പ് തൂക്കി വാങ്ങുന്നവയാണ്. പാലും തൈരും അല്ലാത്തവയാണ്. പിന്നെ ശർക്കര, മുളക്, മല്ലി, ഉള്ളി തൂക്കി വാങ്ങുന്നവയാണ്. വിനാഗിരി അല്ലാത്തവയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം കടയിലേക്ക്. കടയിലെ സ്റ്റോക്ക് വിവരം നോക്കൂ. അപ്പോൾ കടയിലുള്ള സാധനങ്ങളുടെ വിവരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അരി എത്രയാണുള്ളത്? 5 ടണ്ണാണ് ഉള്ളത്, അതായത് കിലോഗ്രാമിലല്ല കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര 4 ടണ്ണാണ്, പരിപ്പ് 2 ടണ്ണാണ്, ഉഴുന്ന് 3 കിൻഡൽ, മുളക് 2 കിൻഡൽ, പയർ 1 ടൺ, ശർക്കര 7 കിൻഡൽ, ഉണക്കമുന്തിരി 1/4 കിൻഡൽ, കശുവണ്ടിപ്പരിപ്പ് 1/2 കിൻഡൽ. അപ്പോൾ ഇവിടെ ടെന്നും കിൻഡലിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് നമ്മൾക്ക് അറിയില്ല അല്ലേ എന്താണെന്ന്. നമ്മൾക്ക് തൂക്കത്തിൻ്റെ അളവ് ഇത് മാത്രമേ അറിയൂ, ഗ്രാമും കിലോഗ്രാമും മാത്രമേ അറിയൂ അല്ലേ. അപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ ടെണ്ണും കിൻഡലും എന്താണെന്ന്. അതായത് 1000 ഗ്രാം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 1 കിലോഗ്രാം എന്ന് പറയുമല്ലോ. നമ്മൾ 1000 ഗ്രാം കൂടിയതിന് 1 കിലോ എന്നാണ് പറയുക. ഇനി ഇങ്ങനെയുള്ള 100 കിലോഗ്രാം കൂടിയതിന് 1 കിൻഡൽ എന്ന് പറയാം. ഇനി 1000 കിലോഗ്രാമിന് എന്ത് പറയാം? 1 ടൺ എന്ന് പറയാം. 10 കിൻഡലിനെയും 1 ടൺ എന്ന് പറയാം. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതിനനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താം. കടയിൽ എത്ര കിലോഗ്രാം അരി സ്റ്റോക്ക് ഉണ്ട്? അപ്പോൾ സ്റ്റോക്കിൽ നിങ്ങൾ നോക്കുക. അരി എത്ര കിലോഗ്രാം ആണുള്ളത്? കിലോഗ്രാമിലല്ല കൊടുത്തിരിക്കുന്നത് അല്ലേ, 5 ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 5 ടണ്ണിന് നമ്മൾക്ക് കിലോഗ്രാം ആക്കി മാറ്റുക. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ നോക്കുക. 1 ടൺ എന്നാൽ എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാമാണ് 1 ടൺ അല്ലേ. അപ്പോൾ 5 ടൺ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5 ഗുണിക്കണം 1000. 5 ഗുണിക്കണം 1000 സമം 5000 കിലോഗ്രാമാണ് ഒരു കടയിലുള്ള അരി അല്ലേ. അരിയുടെ സ്റ്റോക്ക് 5000 കിലോഗ്രാമാണുള്ളത്. അതായത് 5 ടൺ എന്ന് പറഞ്ഞാൽ 5000 കിലോഗ്രാമാണ്. ഇനി ഉഴുന്ന് എത്രയാണുള്ളത്? ഉഴുന്ന് 3 കിൻഡലാണുള്ളത് അല്ലേ. അപ്പോൾ 1 കിൻഡൽ എത്രയാണ്? 100 കിലോഗ്രാമിനെയാണ് 1 കിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 കിൻഡൽ എത്രയായിരിക്കും? 3 ഗുണിക്കണം 100 സമം 300 കിലോഗ്രാമാണ് അല്ലേ. ഇനി 1/2 കിൻഡൽ കശുവണ്ടിപ്പരിപ്പ് എത്ര കിലോഗ്രാമാണ്? 1/2 കിൻഡൽ. 1 കിൻഡൽ 100 കിലോഗ്രാമാണ്. അപ്പോൾ 1/2 കിൻഡൽ എത്രയായിരിക്കും? 100ൻ്റെ പകുതി 50 കിലോഗ്രാമാണ് അല്ലേ. ഇനി സ്റ്റോക്ക് നോക്കി പട്ടിക പൂരിപ്പിക്കൂ. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് നോക്കിയിട്ട് നിങ്ങൾ പട്ടിക പൂരിപ്പിക്കുക. പഞ്ചസാര 4 ടണ്ണാണ് ഉള്ളത്. അപ്പോൾ ഈ 4 ടണ്ണിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? ടണ്ണിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 ഗുണിക്കണം 1000, 4000 കിലോഗ്രാം അല്ലേ. ഇനി പരിപ്പ് എത്രയാണുള്ളത് സ്റ്റോക്കിൽ? പരിപ്പ് 2 ടണ്ണാണുള്ളത്. അപ്പോൾ 2 ഗുണിക്കണം 1000, 2000 കിലോഗ്രാം. നെക്സ്റ്റ് മുളക് എത്രയാണ്? 2 കിൻഡലാണ് അല്ലേ. അപ്പം 2 കിൻഡൽ എന്നാൽ 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 1 കിൻഡൽ 100 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 2 ഗുണിക്കണം 100, 200 കിലോഗ്രാമാണ്. ഇനി പയർ 1 ടണ്ണാണ്. അപ്പം 1 ഗുണിക്കണം 1000. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ. അപ്പോൾ 1000 കിലോഗ്രാമാണ്. നെക്സ്റ്റ് ശർക്കര 7 കിൻഡലാണ്. അപ്പം 7 ഗുണിക്കണം 100 സമം 700 കിലോഗ്രാമാണ്. ഉണക്കമുന്തിരി 1/4 കിൻഡൽ. അപ്പോൾ 1 കിൻഡൽ 100 ആണ്. അപ്പോൾ 1/4 കിൻഡൽ 100ൻ്റെ 4/1 ഭാഗം. അപ്പോൾ എത്രയാണ്? 25 കിലോഗ്രാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 1 ടൺ. ടൺ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനം തന്നെയാണ്. കടയിലേക്ക് സാധനങ്ങളുമായി ലോറി വന്നു. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ് ഉള്ളത്. അപ്പോൾ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ് ഒരു ചാക്ക് അരി എന്നാൽ. അങ്ങനെ 50 കിലോയുടെ 2 ചാക്കുകൾ ചേർന്നാൽ എത്ര കിലോ അരിയാണാകുക? 2 50 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിലോഗ്രാം അരിയാണാകുക അല്ലേ. 100 കിലോഗ്രാം അരിയാണ് 2 ചാക്കുകൾ കൂടിക്കഴിഞ്ഞാൽ ആകുക. ഇനി 1 ടൺ ഭാരമാകാൻ 50 കിലോ ഭാരമുള്ള എത്ര ചാക്കുകൾ വേണം? അപ്പോൾ 2 ചാക്കുകൾ കൂടിക്കഴിഞ്ഞാൽ 100 കിലോ ആയി അല്ലേ. 2 ചാക്കുകൾ കൂടിക്കഴിഞ്ഞാൽ 100 കിലോ ആയി. അപ്പോൾ 1 ടണ്ണാണ് ആകേണ്ടത്. 1 ടൺ എന്നാൽ എത്രയാണ്? 1000 കിലോ ആണ് അല്ലേ. 1 ടൺ 1000 കിലോ ആണ്. അപ്പോൾ 2 ചാക്ക് കൂടിക്കഴിഞ്ഞാൽ 100 കിലോ ആണെങ്കിൽ
ഈ 100 1000 ആകാൻ വേണ്ടി 100നെ എത്ര തവണ കൂട്ടണം? 10 തവണ കൂട്ടണം അല്ലേ? 100 10 തവണ കൂട്ടുമ്പോഴാണ് 1000 ആകുന്നത്. അപ്പോൾ 2നെ എന്ത് ചെയ്യുക? 10 തവണ കൂട്ടുക, അല്ലെങ്കിൽ 2നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ചാക്കിൻ്റെ എണ്ണം കിട്ടും അല്ലേ? 2 ഗുണിക്കണം 10 20 ചാക്ക് അരി കൂടിയാലാണ് എന്താവുക? 1 ടൺ, അതായത് 1000 കിലോഗ്രാം അരി ആവുക അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ 1 ടൺ ആകും? 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ 100 കിലോ ആകും? 4 ചാക്കുകൾ അല്ലേ? അതായത് 4 25 കൂട്ടുമ്പോഴാണ് 100 ആകുക. അപ്പോൾ 4 25 കിലോയുടെ ചാക്കുകൾ കൂടുമ്പോൾ 100 കിലോ ആകും. ഇനി നമ്മൾക്ക് 1000 കിലോ 1 ടണ്ണാണ് ആകേണ്ടത് അല്ലേ? അപ്പം 1000 കിലോ ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 കിലോ 1000 ആകാൻ വേണ്ടി 100 1000 ആകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? 100നെ 10 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ? അപ്പം 4നെ എന്ത് ചെയ്യുക? 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ്? 40 ചാക്കുകളാണ് വേണ്ടത്. നെക്സ്റ്റ് ടണ്ണും കിൻഡലും. ടണ്ണും കിൻഡലും എന്താണെന്ന് മനസ്സിലാക്കാം. കടയിലിറക്കിയ സാധനങ്ങൾ നോക്കൂ. തൂക്കം കണക്കാക്കി പട്ടിക പൂരിപ്പിക്കൂ. അപ്പോൾ കടയിലിറക്കിയ സാധനങ്ങൾ ഏതൊക്കെയാണ്? അരി 40 ചാക്കാണ് ഇറക്കിയത്. ഇനി ഒരു ചാക്കിൽ എത്ര കിലോ ആണുള്ളത്? 50 കിലോ ആണുള്ളത്. അപ്പോൾ ആകെ എത്ര കിലോഗ്രാം ആയിരിക്കും? 40 ഗുണിക്കണം 50 2000 കിലോഗ്രാം ആയിരിക്കും. ഇനി ഈ കിലോഗ്രാമിനെ ക്വിൻ്റലിലേക്ക് മാറ്റുക. അപ്പോൾ എത്രയാണ് വരിക? 2000 കിലോഗ്രാം എത്ര ക്വിൻ്റലായിരിക്കും? അതായത് 2000 100 കൊണ്ട് ഹരിക്കുക. ഒരു ക്വിൻ്റൽ 100 ആണല്ലോ, 100 കിലോ ആണല്ലോ. അപ്പോൾ 2000 ഹരിക്കണം 100 എത്രയാണ്? 20 ക്വിൻ്റലാണ്. 2000 കിലോ എന്ന് പറഞ്ഞാൽ 20 ക്വിൻ്റലാണ്. ഇനി ടൺ എത്രയായിരിക്കും? 1000 കൊണ്ട്, ടണ്ണിലേക്ക് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2000 ഹരിക്കണം 1000 2 ടണ്ണാണ്. ഇനി പഞ്ചസാര 20 ചാക്കാണ് ഇറക്കിയത്. ഒരു ചാക്കിൽ 50 കിലോ ആണുള്ളത്. അപ്പോൾ 20 ഗുണിക്കണം 50 എത്രയാണ്? 1000 ആണല്ലേ? 1000 എത്ര ക്വിൻ്റലാണ്? 10 ക്വിൻ്റലാണ്, 1 ടണ്ണാണ്. നെക്സ്റ്റ് പരിപ്പ് 25 ചാക്കാണ് ഇറക്കിയത്. ഇനി ഒരു ചാക്കിൽ തൂക്കം 20 ആണ്. അപ്പോൾ 25 ഗുണിക്കണം 20 എത്രയാണ്? 500 ആണ്. 500 കിലോഗ്രാം ആണ്. 500 കിലോഗ്രാം 5 ക്വിൻ്റലാണ്. എത്ര ടണ്ണാണ്? അര ടണ്ണാണ് അല്ലേ? നെക്സ്റ്റ് ഉഴുന്ന് 5 ചാക്കാണ് ഇറക്കിയത്. ഒരു ചാക്കിൽ 10 കിലോ ആണുള്ളത്. അപ്പോൾ 5 ഗുണിക്കണം 10 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം അര ക്വിൻ്റലാണ് അല്ലേ? ഇനി പയർ 5 ചാക്ക്. ഒരു ചാക്കിൽ 50 കിലോ ആണ്. അപ്പോൾ 5 ഗുണിക്കണം 50 എത്രയാണ്? 250 കിലോഗ്രാം ആണ്. അത് എത്ര ക്വിൻ്റലാണ്? 2.5 ക്വിൻ്റലാണ് അല്ലേ? ഇനി എത്ര ടണ്ണാണത്? 1/4 ടണ്ണാണ്. നെക്സ്റ്റ് മുളക് 4 ചാക്കാണ്. ഒരു ചാക്കിൽ 50 കിലോ ആണുള്ളത്. അപ്പം 4 ഗുണിക്കണം 50 സമയം എത്രയാണ്? 200 കിലോഗ്രാം ആണ്. 200 കിലോഗ്രാം 2 ക്വിൻ്റലാണ്. ഓക്കെ. നെക്സ്റ്റ് ബാക്കി കണക്കാക്കാം. സദ്യക്ക് ആവശ്യമായ ചില സാധനങ്ങൾ തൂക്കിത്തന്നത് മറ്റൊരാളാണ്. 1 കിലോ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തത്. ഓരോ പാക്കറ്റിലും എത്ര ബാക്കിയുണ്ട്? അപ്പോൾ 1 കിലോ പാക്കറ്റിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ എത്ര ബാക്കിയുണ്ട്? 1 കിലോ പാക്കറ്റ് എന്നാൽ 1000 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഈ 1000 ഗ്രാമിൽ നിന്ന് ഏലക്കായ 250 ഗ്രാം എടുത്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും? 1000 കുറക്കണം 250 750 ഗ്രാം ഉണ്ടാവും. ഇനി കശുവണ്ടിപ്പരിപ്പ് 900 ഗ്രാം എടുത്തു. അപ്പോൾ 1000 കുറക്കണം 900 100 ഗ്രാമാണ് ബാക്കിയുള്ളത്. ഉണക്കമുന്തിരി 1000 ഗ്രാമും എടുത്തു അല്ലേ? അപ്പോൾ ബാക്കിയൊന്നുമില്ല, 0 ആണ്. മഞ്ഞൾ 750 ഗ്രാം. അപ്പം ബാക്കി 250 ഗ്രാം ഉണ്ട്. ജീരകം 500 ഗ്രാം എടുത്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 500 ഗ്രാമും കൂടി ബാക്കിയുണ്ട് അല്ലേ? ഇനി വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണ്? ഇതെല്ലാം തമ്മിൽ കൂട്ടി നോക്കുക. എത്രയാണ് വരിക? 3400 ഗ്രാമാണ് ആകെ വരുന്നത് അല്ലേ? ആകെ തൂക്കം 3400 ഗ്രാമാണ്. ഇനി 3400 ഗ്രാമിന് കിലോഗ്രാമിലും ഗ്രാമിലും ആയിട്ട് എഴുതണം. അപ്പോൾ 3400 ഗ്രാം എത്ര കിലോഗ്രാമാണ്? 3000 ഗ്രാം 3 കിലോഗ്രാമാണ്. ബാക്കിയുള്ള 400 ഗ്രാം അല്ലേ? അപ്പോൾ 3 കിലോഗ്രാം 400 ഗ്രാമാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഭാരം എത്ര? ഇവിടെ ഈ കടയിൽ പഴം തൂക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം വെയിങ് മെഷീനിൽ തൂക്കുന്ന മെഷീനിൽ എത്രയാണ് ഭാരം കാണിച്ചിരിക്കുന്നത്? 12 കിലോഗ്രാം ആണ് അത് വായിക്കുക. അപ്പോൾ 12 കിലോഗ്രാം എങ്ങനെയാണ് എഴുതുക? 12 എന്ന് എഴുതുക. ഒരു കുത്തിട്ടിട്ട്, അതായത് ഗ്രാമിൻ്റെ ഭാഗത്ത് 00 ആണ്. 12 കിലോഗ്രാം 000 ഗ്രാം, അതായത് ഗ്രാം ഇല്ല, 12 കിലോഗ്രാം ആണ് അല്ലേ? ഇനിയിപ്പോൾ ഗ്രാം വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ഥലത്ത് ഗ്രാമിൻ്റെ അളവ് കൂടി എഴുതുക. അപ്പോൾ നമ്മൾക്ക് ഇതിനനുസരിച്ച് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ത്രാസിൽ കാണുന്നത് എത്ര കിലോഗ്രാം ആണ്? 10 കിലോഗ്രാം ആണ് അല്ലേ? ഗ്രാം ഇല്ല. ഇനി നെക്സ്റ്റ് അടുത്തത് 13 കിലോഗ്രാം. പിന്നെ ഗ്രാമിൻ്റെ ഭാഗത്ത് 0.70 എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 13 കിലോഗ്രാം 70 ഗ്രാം എന്നാണ് വായിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? 7 കിലോഗ്രാം 250 ഗ്രാം ആണ്. നെക്സ്റ്റ് 0 കിലോഗ്രാം, അതായത് കിലോഗ്രാമിൻ്റെ ഭാഗത്ത് 0 ആണുള്ളത് അല്ലേ? അപ്പോൾ 0 കിലോഗ്രാം 500 ഗ്രാം ആണ്. അപ്പോൾ 500 ഗ്രാം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 1 കിലോഗ്രാം 5 ഗ്രാം ആണ്. നെക്സ്റ്റ് 9 കിലോഗ്രാം 900 ഗ്രാം. ഓക്കെ.
നെക്സ്റ്റ്, ഒരു കിൻഡലുണ്ടോ? ഒരു കിൻഡലിന് 50 രൂപയാണ് കൂലി. മിലനും അച്ഛനും വാങ്ങിയ പച്ചക്കറികൾ ഓട്ടോയിൽ കയറ്റി. അപ്പോൾ വെണ്ട എത്ര കിലോ ആണ് കയറ്റിയത്? വെണ്ട 10 കിലോഗ്രാം കയറ്റി. മത്തൻ 25 കിലോഗ്രാം, ഉരുളക്കിഴങ്ങ് 50 കിലോഗ്രാം, തക്കാളി 15 കിലോഗ്രാം, പച്ചമുളക് 2500 ഗ്രാം ആണ്, മാങ്ങ 5 കിലോഗ്രാം, ക്യാരറ്റ് 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, ഇഞ്ചി 3500 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് സാധനങ്ങളുടെ ആകെ തൂക്കം ഒരു കിൻഡലിൽ കൂടുതലോ കുറവോ അതാണ് കാണേണ്ടത്. അപ്പോൾ ഒരു കിൻഡലിൽ കൂടുതലോ കുറവോ, ഒരു കിൻഡൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ് അല്ലേ? അപ്പം അതിൽ 100 കിലോയിൽ കൂടുതലാണോ കുറവാണോ അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൂട്ടി നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൂട്ടാം? ആദ്യം കിലോഗ്രാം വരുന്നതൊക്കെ കൂട്ടാം. എത്രയാണ്? ഈ 10ഉം 25ഉം 50ഉം 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിലോ കിട്ടുന്നുണ്ട്? 100 കിലോഗ്രാം ആകുന്നുണ്ട് അല്ലേ? അപ്പോൾ 100ആയി. ഇനി എന്താണ്? ഈ 2500 ഗ്രാമും 3500 ഗ്രാമും വേറെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 6000 ഗ്രാം കിട്ടും അല്ലേ? അപ്പോൾ 6000 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 6 കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ 100 കിലോഗ്രാം എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ കിലോഗ്രാമിൽ മാറ്റാം, എന്നാൽ മാത്രമേ കൂട്ടാൻ എളുപ്പം കിട്ടും അല്ലേ? അപ്പം 6 കിലോഗ്രാം ആയി. ഇനി ഇതെത്രയുണ്ട്? ഈ 5ഉം 10ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ 45 ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയുണ്ടാകും? 151 കിലോഗ്രാം ഉണ്ടാകും അല്ലേ ടോട്ടല്? അപ്പോൾ ഒരു കിൻഡൽ കൂടുതലായില്ലേ? ആകെ തൂക്കം എത്രയാണ്? 151 കിലോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. ഇതിപ്പോൾ ഒരു കിൻഡലിൽ കൂടുതലോ കുറവോ? കൂടുതലാണ് അല്ലേ? എത്ര കൂടുതലാണ്? 51 കിലോഗ്രാം കൂടുതലാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, എത്ര പാക്കറ്റുകൾ? 1 കിലോ പാക്കറ്റ് കുറവായതിനാൽ 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത്. ഇങ്ങനെ 10 കിലോഗ്രാം കൊടുത്തപ്പോൾ ആകെ എത്ര പാക്കറ്റായി? എങ്ങനെയാണ് കണക്കാക്കുക? അപ്പോൾ എന്താണ്? കച്ചവടക്കാരന് 10 കിലോഗ്രാം മല്ലി വന്നവർക്ക് കൊടുക്കണം. അപ്പോൾ 1 കിലോയുടെ പാക്കറ്റ് ആണെങ്കിൽ 10 പാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 കിലോഗ്രാം ആയി അല്ലേ? പക്ഷേ 1 കിലോയുടെ പാക്കറ്റ് കുറവായതിനാൽ അയാൾ എന്ത് ചെയ്തു? 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്തിട്ടാണ് 10 കിലോഗ്രാം മല്ലി ആക്കിയിട്ട് കൊടുത്തത്. അതായത് 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും മാത്രമല്ല, ബാക്കി വരുന്നത് എന്ത് ചെയ്തു? 1 കിലോയുടെ പാക്കറ്റ് കൂടി വെച്ച് കൊടുത്തു. അങ്ങനെ 10 കിലോഗ്രാം ആക്കി. അപ്പോൾ എങ്ങനെയാണ് ഇത് വരിക? 1/4 കിലോയുടെ 2 പാക്കറ്റ് ചേർന്നാൽ എത്ര ഗ്രാം ആകും? 1/4 കിലോ എന്നാൽ 250 ഗ്രാം ആണ്. അപ്പോൾ 250 കൂട്ടിക്കഴിഞ്ഞാൽ 500 ഗ്രാം ആണ്. 500 ഗ്രാം. ഇനി 1/2 കിലോയുടെ 3 പാക്കറ്റ്, 1/2 കിലോ എന്നാൽ 500 ഗ്രാം ആണ്. അപ്പോൾ 1/2 കിലോയുടെ 3 പാക്കറ്റ് എന്നാലോ 3 500 കൂട്ടിക്കഴിഞ്ഞാൽ 1500 ഗ്രാം ആണ്. ഇനി ആകെ ഭാരം അപ്പോൾ എത്രയായി? 500 കൂട്ടണം 1500, 2000 ഗ്രാം ആയി അല്ലേ? 2000 ഗ്രാം ആയി. അതായത് 2 കിലോഗ്രാം ആയി അല്ലേ? 2000 ഗ്രാം എന്നാൽ 2 കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇനി 10 കിലോഗ്രാം ആകാൻ 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണം? ഇവിടെ 2 കിലോഗ്രാം ആയി. ഇനി എത്ര പാക്കറ്റ് മതി? 1 കിലോഗ്രാമിൻ്റെ 8 പാക്കറ്റ് മതി അല്ലേ? ഇനി എല്ലാം 1/2 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? എല്ലാം 1/2 കിലോ പാക്കറ്റ് എന്ന് വെച്ചാൽ 1/2 കിലോ എന്നാൽ 500 ഗ്രാം ആണ്. അപ്പോൾ 1 കിലോ ആകാൻ വേണ്ടി 2 പാക്കറ്റ് വേണം. അപ്പോൾ 10 കിലോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഗുണിക്കണം 10, 20 പാക്കറ്റ് വേണം അല്ലേ? നെക്സ്റ്റ്, എല്ലാം 1/4 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിലോ? 1/4 കിലോ എന്നാൽ 1/4 കിലോ 1 കിലോ ആകാൻ വേണ്ടി 4 പാക്കറ്റാണ് വേണ്ടത്. അപ്പോൾ 10 കിലോ ആണ് ആകേണ്ടത്. 4 ഗുണിക്കണം 10, എത്ര പാക്കറ്റ് വേണം? 40 പാക്കറ്റ് വേണം അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, നെയ്യ് എത്ര? നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തത് 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ്. എത്ര നെയ്യ് വാങ്ങി? അപ്പോൾ 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പി എന്നാൽ എത്രയായി? 500 മില്ലി ലിറ്റർ ആയി അല്ലേ? 500 മില്ലി ലിറ്റർ ആയി. ഇനി 500 മില്ലി ലിറ്റർ കൂട്ടണം 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയോ അല്ലേ? അപ്പം 500 കൂട്ടണം 500 എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ? 1000 മില്ലി ലിറ്റർ. അതായത് 1000 മില്ലി ലിറ്റർ എന്നാൽ എത്രയാണ്? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ് അല്ലേ? എത്ര നെയ്യാണ് വാങ്ങിയത്? 1 ലിറ്റർ നെയ്യാണ് വാങ്ങിയത്. അപ്പോൾ എത്ര നെയ്യ് വാങ്ങി? 1000 മില്ലി ലിറ്റർ, അല്ലെങ്കിൽ അതിനെങ്ങനെ പറയാം? 1 ലിറ്റർ എന്ന് പറയാം അല്ലേ? ഇനി എല്ലാം 100 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിൽ എത്ര കുപ്പി നെയ്യ് ഉണ്ടാകും? എല്ലാം 100 മില്ലി ലിറ്റർ ആണെങ്കിൽ എത്ര കുപ്പിയാണ് ഉണ്ടാകുക? 100 1000 ആകാൻ എത്രയാണ് വേണ്ടത്? 10 അല്ലേ? അപ്പോൾ 10 കുപ്പിയാണ് ഉണ്ടാവുക. ഇനി എല്ലാം 250 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിലോ? 250 1000 ആണല്ലോ വാങ്ങേണ്ടത്. അപ്പം 250 1000 ആകാൻ വേണ്ടി എത്ര 250 കൂട്ടണം? 4 250 അല്ലേ? അപ്പോൾ 250 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിൽ 4 കുപ്പിയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, വീട്ടിലേക്ക് ടിപ്പർ ഓട്ടോയിൽ 635 കിലോ പലചരക്ക് സാധനങ്ങൾ 375 കിലോ പച്ചക്കറികളും കയറ്റിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? 635 കൂട്ടണം 375, 10 ബാക്കി 1 11, 1010 കിലോഗ്രാം ആണ് അല്ലേ? 1010 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, വാട്ടർ ടാങ്ക് 1000 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഓരോ ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും ഉണ്ട്. എല്ലാ ടാങ്കിലും വെള്ളം നിറയ്ക്കണം. ആകെ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാം? അപ്പം 1000 ലിറ്ററിൻ്റെ 1 ടാങ്കും 500 ലിറ്ററിൻ്റെ 1 ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും അല്ലേ?
അപ്പം ആകെ എത്ര ലിറ്റർ വെള്ളം നിറക്കാം? ടാങ്ക് 1 എത്രയാണ്? 1000 ലിറ്റർ, ടാങ്ക് 2 500 ലിറ്റർ, ടാങ്ക് 3 200 ലിറ്റർ, ടാങ്ക് 4 200 ലിറ്റർ. ആകെ എത്ര കൂട്ടിയാൽ കിട്ടിയത്? 1900 ലിറ്റർ അല്ലേ? നെക്സ്റ്റ് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ജോണി മരച്ചീനി കർഷകനാണ്. വിളവെടുത്തപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം മരച്ചീനി കിട്ടി. 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപയാണ് ജോണിക്ക് കിട്ടിയത്? എന്താണ്? ജോണി മരച്ചീനി കർഷകനാണ്. അയാൾ വിളവെടുത്തപ്പോൾ എത്ര കിട്ടി? 2 കിൻഡൽ 65 കിലോഗ്രാം. അതായത് എത്രയാണ് 2 കിൻഡൽ എന്നാൽ 200 കിലോഗ്രാം ആണ്. ഇനി 200 കിലോഗ്രാം കൂട്ടണം 65. അപ്പോൾ എത്രയാണ്? 265 കിലോഗ്രാം ആണ് വിളവെടുത്തപ്പോൾ കിട്ടിയത് അല്ലേ? അപ്പോൾ 1 കിലോയ്ക്ക് 20 രൂപ വെച്ചിട്ടാണ് അയാൾ വിറ്റത്. അപ്പോൾ ആകെ എത്ര രൂപയാണ് കിട്ടിയത്? അതാണ് കാണേണ്ടത്. അപ്പോൾ ആകെ വിളവെടുത്തത് എത്രയാണ്? 265 കിലോഗ്രാം. 1 കിലോയ്ക്ക് എത്രയാണ്? 20 രൂപ അല്ലേ? അപ്പോൾ 265 ഗുണിക്കണം 20 എത്രയാണ്? 5300 രൂപയാണ് കിട്ടിയത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്നും 60 ചാക്ക് അരി ലോറിയിൽ കയറ്റി. ലോറിയിൽ കയറ്റിയത് എത്ര ടൺ അരിയാണ്? ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണുള്ളത്. ലോറിയിൽ കയറ്റിയത് 60 ചാക്ക് അരിയാണ് അല്ലേ? 60 ചാക്ക് അരിയാണ് കയറ്റിയത്. അപ്പം എത്ര ടണ്ണാണെന്നാണ് കാണേണ്ടത്. നമ്മൾക്ക് ആദ്യം കിലോഗ്രാമിൽ കാണാം. അപ്പോൾ 60 ചാക്ക് അരി, ഒരു ചാക്കിൽ എത്രയുണ്ട്? 50 കിലോഗ്രാം അരിയുണ്ട് അല്ലേ? അപ്പം 60 ഗുണിക്കണം 50 എത്രയാണ്? 3000 കിലോഗ്രാം അരിയാണ്. 3000 കിലോഗ്രാം അരിയാണ് ലോറിയിൽ കയറ്റിയത്. അപ്പോൾ ഈ 3000 കിലോഗ്രാം എത്ര ടണ്ണിലെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ 3000 കിലോഗ്രാമിനെ ടണ്ണിലേക്ക് മാറ്റുമ്പോൾ എത്ര ടണ്ണാണ്? ഒരു ടൺ 1000 കിലോഗ്രാമാണ്. അപ്പോൾ 3000 കിലോഗ്രാം 3 ടണ്ണാണ് കയറ്റിയത് അല്ലേ? 3 ടൺ. ഓക്കെ. നെക്സ്റ്റ്, 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ 765 ലിറ്റർ വെള്ളം കൂടി വേണം. ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് എത്ര? എന്താണ്? 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ എത്ര വെള്ളം കൂടി വേണം? 765 ലിറ്റർ വെള്ളം കൂടി വേണം. അപ്പോൾ ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയായിരിക്കും? 2000 കുറക്കണം 765 അല്ലേ? അപ്പോൾ എത്രയാണ് ഇത് കുറച്ചാൽ കിട്ടുക? 3 2 1235 ലിറ്റർ വെള്ളമാണ് ഇപ്പോഴുള്ളത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, മാവേലി സ്റ്റോറിൽ നിന്നും ബിനു വാങ്ങിയ സാധനങ്ങളാണ് പട്ടികയിൽ. അവ ഒരു തുണി സഞ്ചിയിലാക്കി. സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? അപ്പോൾ ബിനു വാങ്ങിയ സാധനങ്ങളാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആകെ ഭാരമാണ് കാണേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത്? മട്ട അരി 2 കിലോഗ്രാം, പഞ്ചസാര 1500 ഗ്രാം, മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 250 ഗ്രാം, പരിപ്പ് 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ആട്ട 2 കിലോഗ്രാം. അപ്പോൾ ഇതെല്ലാം കൂട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കിലോഗ്രാമിലുള്ളത് കൂട്ടാം. 2 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം 4 കിലോഗ്രാം ആയി അല്ലേ? 4 കിലോഗ്രാം. ഇനി എന്താണ്? ഗ്രാമിലുള്ളത് കൂട്ടാം. 1500ഉം 250ഉം 250ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2000 ഗ്രാമായി. പിന്നെ 2500, 3000, 3500, 4000 ഗ്രാം അല്ലേ? അപ്പോൾ 4000 ഗ്രാം എത്രയാണ്? 4 കിലോഗ്രാം തന്നെയാണ് അല്ലേ? അപ്പോൾ ആകെ ഭാരം എത്രയാണ് ഇതിൻ്റെ? 8 കിലോഗ്രാമാണ് ഇതിൻ്റെ ആകെ ഭാരം അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, എണ്ണ കച്ചവടക്കാരൻ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിലും 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയിലും എണ്ണ നിറച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എണ്ണ ബാക്കി വന്നു. ആദ്യം എത്ര എണ്ണ ഉണ്ടായിരുന്നു? എണ്ണ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിൽ നിറച്ചു അല്ലേ? അപ്പോൾ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പി എന്നാൽ 500 ഗുണിക്കണം 5. ആകെ എത്ര നിറച്ചിട്ടുണ്ടാകും? 2500 മില്ലി ലിറ്റർ നിറച്ചു അല്ലേ? ഇനി എന്താണ്? 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയിൽ അല്ലേ? അപ്പം 200 ഗുണിക്കണം 6. 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പി എന്നാൽ 200നെ 6 തവണ കൂട്ടണം, അല്ലെങ്കിൽ 200നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടുക? 200 ഗുണിക്കണം 6 1200 മില്ലി ലിറ്ററാണ് 200 മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറച്ചത്. 500 മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിൽ 2500 മില്ലി ലിറ്റർ അല്ലേ? അപ്പോൾ ആകെ എത്രയാണ് നിറച്ചത്? 2500 കൂട്ടണം 1200 3700 മില്ലി ലിറ്റർ നിറച്ചു അല്ലേ? മില്ലി ലിറ്റർ നിറച്ചു. അപ്പോൾ എന്താണ് ചോദ്യം? പാത്രത്തിൽ ഇനി എത്ര ബാക്കിയുണ്ടായിരുന്നു? അപ്പോൾ 3700 മില്ലി ലിറ്റർ നിറച്ചപ്പോൾ പാത്രത്തിൽ പിന്നെ എത്ര ബാക്കിയുണ്ടായിരുന്നു? 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എന്നാൽ എത്രയാണ്? 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ 300 എന്ന് വെച്ചാൽ 1000 കൂട്ടണം 300, 1300 മില്ലി ലിറ്റർ പാത്രത്തിൽ ബാക്കിയും ഉണ്ടായിരുന്നു അല്ലേ? അപ്പം പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന എണ്ണയുടെ അളവാണ് വേണ്ടത്. അപ്പം നിറച്ച എണ്ണ 3700 മില്ലി ലിറ്റർ ആണ്, ബാക്കി ഉണ്ടായിരുന്നത് 1300 ആണ്. അപ്പം ആദ്യം എത്രയായിരിക്കും ഉണ്ടായിരുന്നത്? ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? എത്രയായിരിക്കും?
5000 മില്ലി ലിറ്ററാണ് പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന എണ്ണ അല്ലേ. അപ്പോൾ 5000 മില്ലി ലിറ്റർ എന്നാൽ എത്രയാണ്? 5 ലിറ്റർ എണ്ണ. 5 ലിറ്റർ എണ്ണ അല്ലെങ്കിൽ 5000 മില്ലി ലിറ്റർ എണ്ണ. ഓക്കെ. നെക്സ്റ്റ് പട്ടിക പൂരിപ്പിക്കുക. 2500 ഗ്രാം 2.5 കിലോഗ്രാം ആണ്. അതിനെങ്ങനെ കിലോഗ്രാമിലും ഗ്രാമിലും എങ്ങനെ പറയാം? 2 കിലോഗ്രാം 500 ഗ്രാം അല്ലേ. ഇനി 3250 ഗ്രാം 3.25 കിലോഗ്രാം ആണ്. അതെങ്ങനെയാണ്? 3 കിലോഗ്രാം 250 ഗ്രാം ആണ്. ഇനി 1.25 ഉള്ളത്. അതിനെങ്ങനെയാണ് പറയുക? 1750 ഗ്രാം അല്ലേ. അതെങ്ങനെയാണ് എഴുതുക കിലോഗ്രാമിലും ഗ്രാമിലും? 1 കിലോഗ്രാം 750 ഗ്രാം. നെക്സ്റ്റ് 4 കിലോഗ്രാം 250 ഗ്രാം ആണ്. അതെത്രയാണ്? 4250 ഗ്രാം ആണ്. 4.25 കിലോഗ്രാം ആണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച കിട്ടിയ പാൽ 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാൽ സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. ബാക്കിയുള്ള പാൽ മിൽമയ്ക്ക് കൊടുത്തു. എത്ര പാലാണ് മിൽമയ്ക്ക് കൊടുത്തത്? അപ്പോൾ എന്താണ്? പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച എത്ര പാല് കിട്ടി? 550 ലിറ്റർ 750 മില്ലി ലിറ്റർ പാല് തിങ്കളാഴ്ച പാൽ സൊസൈറ്റിയിൽ കിട്ടി അല്ലേ. അപ്പോൾ എത്രയാണ്? 550 ലിറ്റർ 750 മില്ലി ലിറ്റർ. ഇനി ഇതിലെന്ത് ചെയ്തു? 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാല് സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. എത്രയാണ്? 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാല് സൊസൈറ്റിയിൽ തന്നെ വരുന്നവർക്ക് കൊടുത്തു തീർത്തു. അപ്പോൾ എന്താണ്? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ള പാല് മിൽമക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന പാൽ എന്ത് ചെയ്തു? മിൽമക്ക് കൊടുത്തു. അത് എത്ര പാലാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആകെ കിട്ടിയ പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്ററിന് എത്ര കുറക്കുക? അവിടെ വിറ്റ് തീർത്ത പാല് 85 ലിറ്റർ 250 മില്ലി ലിറ്റർ കുറക്കുക. അപ്പോൾ മില്ലി ലിറ്ററും ആദ്യം കുറക്കുക. 750 കുറക്കണം 250 എത്രയാണ്? 500 മില്ലി ലിറ്റർ. 500 മില്ലി ലിറ്റർ. പിന്നെ ലിറ്ററും കുറക്കുക. 550 കുറക്കണം 85 എത്രയാണ്? 465 ലിറ്റർ. അപ്പോൾ ഇത്ര പാലാണ് മിൽമക്ക് കൊടുത്തത്. എത്രയാണ്? 465 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഓക്കെ. നെക്സ്റ്റ് സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്. 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണം? അപ്പം ഒരു ഗ്ലാസ്സിൽ 100 മില്ലി ലിറ്റർ പായസമാണ് കൊള്ളുക. ഒരു ഗ്ലാസ് ഒരാളാണ് കുടിക്കുക അല്ലേ. അപ്പോൾ ഒരാൾക്ക് കുടിക്കാൻ എത്ര പായസമാണ്? 100 മില്ലി ലിറ്റർ പായസമാണ് ഒരാൾക്ക് കുടിക്കാൻ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? 1000 ആളുകൾക്ക് കുടിക്കാൻ എത്ര ലിറ്റർ പായസം വേണം? ലിറ്ററിലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം 100 മില്ലി ലിറ്ററിന് ലിറ്ററിലേക്ക് മാറ്റാം. ഒരാൾ കുടിക്കാൻ 100 മില്ലി ലിറ്റർ ആണെങ്കിൽ നമ്മൾക്ക് ഇതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? അതായത് 1 ലിറ്റർ എന്നാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഈ 100 മില്ലി ലിറ്ററിന് 1000 ആക്കാൻ വേണ്ടി എത്ര തവണ കൂട്ടണം? എത്ര തവണ 100 കൂട്ടണം? 10 തവണ കൂട്ടണം അല്ലേ. അപ്പം ഒരാൾക്ക് 100 മില്ലി ലിറ്റർ കുടിക്കാൻ പറ്റുമെങ്കിൽ 10 ആൾക്ക്, അതായത് 10 100 കൂട്ടുക അല്ലെ. 10 ആൾക്ക് എത്രയാണ്? 100 ഗുണിക്കണം 10 സമയം എത്രയാണ്? 1000 മില്ലി ലിറ്റർ 10 ആൾക്ക് കുടിക്കാൻ പറ്റും. അതായത് ഈ 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ 10 ആൾക്ക് 1 ലിറ്റർ കുടിക്കാം. 10 ആൾക്ക് 1 ലിറ്റർ കുടിക്കാം അല്ലേ. ഇനി നമ്മൾക്ക് കാണേണ്ടത് 1000 പേർക്ക് കുടിക്കാൻ എത്ര ലിറ്റർ എന്നാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 10 ആൾക്ക് 1 ലിറ്റർ ആണെങ്കിൽ 10 1000 ആകാൻ വേണ്ടി 10ന് എത്ര തവണ കൂട്ടുമ്പോഴാണ് 1000 ആകുക? അല്ലെങ്കിൽ 10ന് എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 ആകുക? 100 കണ്ടല്ലേ. അപ്പോൾ 10 ആൾക്ക് കുടിക്കാൻ 1 ലിറ്റർ ആണെങ്കിൽ 1000 ആൾക്ക് കുടിക്കാൻ എത്രയായിരിക്കും? ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 100 എത്രയാണ്? 100 ലിറ്റർ ആണ് വേണ്ടി വരിക അല്ലേ. 100 ലിറ്റർ ആണ് വേണ്ടി വരിക. ഓക്കെ. നെക്സ്റ്റ് 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം എന്നാണ് കണക്കാക്കുന്നത്. 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം? 1 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം? 8 ഗുണിക്കണം 100 എത്രയാണ്? 800 പേർക്ക് കഴിക്കാം അല്ലേ. 800 പേർക്ക് കഴിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.